സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി, സാമുദായികപരമായി എല്ലാ നിലക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പരീക്ഷിക്കും. അത് അല്ലാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. ഈ പരീക്ഷണങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നത് എന്തിനാണ്? നമ്മളത് മനസ്സിലാക്കണം. ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും എന്തിനാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് വേണ്ടതുപോലെ നമ്മൾ പഠിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ തിരിഞ്ഞു നിന്ന് അള്ളാഹുവിനെയും ഇസ്ലാമിനെയും കൊഞ്ഞണം കുത്തുന്നത്, കുറ്റം പറയുന്നത്. ഇതെന്തിനാണിത് നമ്മൾ പഠിക്കണം. ഏതൊരു കാര്യവും അതിൻ്റെ ലക്ഷ്യമുണ്ട്. വെറുതെ കുറെ സൃഷ്ടികളെ അല്ലാഹു തആല ലോകത്ത് സമ്മാനിച്ചിട്ട് അവരെ കൊല്ലുക, അവരെ കുത്തിക്കീറുക, അവരെ ബോംബിന് അടിമകളാക്കുക, അവരെ പട്ടിണിക്കിടുക, അവരെ ദാരിദ്ര്യത്തിലിടുക, ഇതാണോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാനം? പിന്നെ അല്ലാഹു വലിയ കരുണയുള്ളവനാണെന്നാണല്ലോ പറയുന്നത്. അല്ലാഹു വലിയ കരുണക്കടലാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ തന്റെ സൃഷ്ടികളോട് ചെയ്യുന്നത് എന്തിനാണ്? സ്വാഭാവികമായിട്ട് വിവരമില്ലാത്തവർക്ക് അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടാകാം. അതുകൊണ്ടാണ് അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണമെന്ന് പറയുന്നത്. നമ്മളൊക്കെ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളും എന്താണ് ഇസ്ലാമിക ആശയം, ആദർശം, ശരീഅത്ത് എന്നുള്ളത് നമുക്ക് ഇതുവരെക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. കേവലം ഈ ഒരു ജുമുഅക്ക് ഒരു അരമണിക്കൂർ 15-20 മിനിറ്റ് നമ്മൾ വന്നിരുന്ന ദീൻ കേൾക്കുന്നു. പിന്നെ ഏതെങ്കിലും മതപ്രഭാഷണ സദസ്സുകളിൽ പോയി അത് തുലോം തുച്ഛമായ ചില ആളുകൾ വേറെന്തോ വിഷയങ്ങളൊക്കെ കേൾക്കുന്നു എന്നല്ലാതെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്തിനെ പഠിക്കാൻ 30 വർഷം 30-40 വർഷം പണിയെടുത്തിട്ട് അവർ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ 23 വർഷം കൊണ്ടാണ് ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചത്. 23 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 വർഷം മക്കയിലും 13 വർഷം മദീനയിലും. ഈ പരിശുദ്ധമായ ഖുർആനിന്റെ വിപ്ലവം ലോകമെമ്പാട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ എത്തിച്ചു കൊടുത്തു. ഒരൊറ്റ പ്രവാചകൻ ലോകമെമ്പാടും. ഇന്ന് ലോകത്ത് 800 കോടിയോളം ലോകത്ത് മനുഷ്യരുണ്ടെങ്കിൽ അവർ പരിശുദ്ധമായ ഖുർആൻ എന്ത് എന്ന് അവരിന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അത് പരിശുദ്ധ പ്രവാചകൻ കുറഞ്ഞ കാലം കൊണ്ടാണ് ലോകത്തൊരു വലിയ വിപ്ലവം ഖുർആനിലൂടെ സൃഷ്ടിച്ചത്. മറ്റൊരു പ്രവാചകന്മാർക്കും കിട്ടാത്ത ഭാഗ്യമാണിത്. 950 വർഷമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം നടത്തിയത്. എന്നിട്ട് എത്ര പേര് വന്നു? എത്ര പേരുണ്ടായി? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 40 വർഷത്തോളം ദഅവത്ത് ചെയ്തിട്ട് ഒരാൾ പോലും സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്ന ദേഷ്യത്താലാണ് അദ്ദേഹം ആ നാട് വിട്ടു പോയത്. കപ്പലിൽ ചാടി കയറി പോയത് രക്ഷപ്പെടാൻ. യുവന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ സാഹചര്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഈ ലോകമെമ്പാടുമുള്ള ഇന്നത്തെ ഈ ആഖിർ സമാനിലെ ഈ അവസാനത്തെ സമുദായത്തിന് കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തു നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 23 വർഷക്കാലം കൊണ്ട് ഖുർആൻ. എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മുടെ സമുദായം പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും തയ്യാറാകാതെ വരുമ്പോഴാണ് ലോകം മുഴുവനും ഇവരൊരു തീവ്രവാദി, ഭീകരവാദി എന്നുള്ള ഒരു മുദ്ര കൊണ്ട് നമ്മളെ ചിത്രീകരിക്കുന്നത്. നമ്മൾ മുദ്ര കുത്തപ്പെടുന്നതിന്റെ കാരണം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, പ്രാവർത്തികമായി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതായിരുന്നു പരിശുദ്ധ പ്രവാചകന്റെ തീരുമാനം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാൻ ജൂത ക്രൈസ്തവർ മദീന പള്ളിയിലേക്ക് വരുമ്പോൾ പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉള്ളിലേക്ക് അവരെ സ്വീകരിച്ചിരുത്തി ഇസ്ലാമികപരമായ ആശയ സ്നേഹ സംവാദങ്ങൾ നടത്തുകയും അവരുടെ സംശയങ്ങൾക്ക് നിവാരണം നടത്തി കൊടുക്കുകയും ജൂത ക്രൈസ്തവർക്ക് നമസ്കരിക്കാൻ പ്രാർത്ഥിക്കാൻ സമയമായപ്പോ പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉള്ളിൽ തന്നെ
അവരുടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകി ലോകത്ത് മാനവികത എന്തെന്ന് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകനാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. ഒരിക്കലും അവർ ഒരു തീവ്രവാദ ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് പോവുകയില്ല. പിന്നെ നമ്മൾ എന്തോ ലോകത്തിന്റെ മുന്നിൽ തീവ്രവാദികളായി മതഭ്രാന്തന്മാരായി മുദ്ര കുത്തപ്പെട്ടിരിക്കുകയാണ് ലോകത്തിന്റെ മുന്നിൽ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ ഒരു നല്ല ഒരു കാര്യത്തിനോട് അസൂയാലുക്കൾ എവിടെയും ഉണ്ടാകും. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമുക്കൊരു നന്മ കിട്ടിയാൽ അതിനെ ഇഷ്ടപ്പെടാത്ത എത്രയോ രക്തബന്ധുക്കൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ഒരു നല്ല ജോലി, ഒരാളിന് നല്ല സമ്പത്ത്, അല്ലെങ്കിൽ നല്ല ഒരു വീട്, നല്ല ഒരു വാഹനം വാങ്ങി ഉടനെ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാകും. ഒരു നല്ലതിനോട് അസൂയ തോന്നുന്നവരുണ്ടാകും. അത് സ്വാഭാവികമാണ്, അത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ടാണ് സ്വർഗലോകത്ത് ഈ അസൂയ എന്ന് പറയുന്ന ഒരു രോഗമില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞത്. സ്വർഗലോകത്ത് അങ്ങനത്തെ ഒരു രോഗമില്ല. അസൂയ അല്ലാഹു സുബ്ഹാനഹു വ തആല, കുശുമ്പ്, അസൂയ, ഇതൊക്കെ അല്ലാഹ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ അല്ലാഹ് എടുത്തു കളയും. അപ്പൊ ഈ നല്ല മതം, ഈ സത്യത്തിന്റെ മതം, ഈ സൗഹാർദ്ദത്തിന്റെ മതം, ഈ സഹിഷ്ണുതയുടെ മതം, ഇത് പരിശുദ്ധ പ്രവാചകൻ ലോകത്ത് പഠിപ്പിച്ചു വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി കൊടുത്തത് കൊണ്ട് ലോകത്ത് അക്രമങ്ങളോ അനീതിയോ അധർമ്മങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കി. ഇത് തന്നെയാണ് നല്ല മതം എന്ന് മനസ്സിലാക്കി കൊടുത്താൽ ലോകം മുഴുവൻ ഇതിനെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ ലോകത്ത് കുഴപ്പമുണ്ടാക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് അവരുടെ ആയുധങ്ങളും വെടിക്കോപ്പുകളും കച്ചവടച്ചരക്കാക്കി മാറ്റാൻ കഴിയാതെയും കൊള്ളയടിയും ബലാത്സംഗവും നടക്കാൻ പറ്റാതെ വരുമ്പോ സ്വാഭാവികമായി ഈ ഒരു മനുഷ്യർ, ഈ ഒരു വിഭാഗം തീവ്രവാദികളും ഭീകരവാദികളുമാണ് എന്ന് ചിത്രീകരിക്കപ്പെട്ടാൽ ഒരുപക്ഷെ ഇവരുടെ ദീനിൽ നിന്ന് ഇവരെ അകറ്റാൻ കഴിയും. അങ്ങനെയാണ് നിഖാബ്, പർദകള്, തൊപ്പി, ധാടി, ഇതൊക്കെ ഒരു മോശമായ രീതിയിൽ ഈ ഇസ്ലാമിക പ്രതിയോഗികൾ ലോകത്ത് പ്രചരിപ്പിച്ചത്. അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ഒരു തീവ്രവാദികൾ എന്ന മട്ടിലേക്ക് അവർ എഴുതി തള്ളുന്നത്. ഇവിടെ മാത്രമല്ലല്ലോ, കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും. എന്നാൽ ആ ഇസ്ലാമിനെ പഠിച്ച ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അത് സത്യത്തിന്റെ മതമാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പലസ്തീനിലെ മക്കൾക്ക് വേണ്ടി ലോകത്തെ 80% ആളുകൾ രംഗത്തേക്ക് വരുന്നത്. എന്താ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ട് ലോകത്തുള്ള സാധാരണക്കാരൻ വരാത്തത് എന്താ? ഈ പാവപ്പെട്ട ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടി 80% ലോകത്തുള്ള ജനങ്ങൾ, അമേരിക്കയിൽ പോലും ഇസ്രയേലിൽ പോലും ഇസ്ലാമിന്റെ വിരോധികളുള്ള നാട്ടിൽ പോലും നമ്മൾ ചിന്തിച്ചു നോക്കി എന്തുകൊണ്ടാണ്? അപ്പോൾ സത്യം എന്തെന്ന് എല്ലാവർക്കും അറിയാം, സത്യം എന്തെന്നറിയാം. പക്ഷേ ജൂതന്മാരുടെയും യഹൂദി നസ്രാണികളുടെ ലക്ഷ്യം എന്താണ്? ഖുർആൻ പറഞ്ഞ വാക്കാണ്, വലൻ തറള അൻകൽ യഹൂദു വന്നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. ഖുർആൻ പറഞ്ഞ വാക്കാണ്, സൂറത്തുൽ ബഖറ. വലൻ തറള അൻകൽ യഹൂദു വന്നസാറ. ഒരിക്കലും യഹൂദികളോ നസ്രാണികളോ തൃപ്തിപ്പെടുകയില്ല പ്രവാചകരെ. അവരുടെ മതത്തെ നിങ്ങൾ പിൻപറ്റുന്നത് വരെ ഒരിക്കലും നിങ്ങളെ അവർ അംഗീകരിക്കൂല. ഉണ്ടോ? ഇതാണ് ലക്ഷ്യം, യഥാർത്ഥ ലക്ഷ്യം ഇതാണ്. ഒരിക്കലും ഇസ്ലാമിനെ അവർ അംഗീകരിക്കൂല. വലൻ തറള അൻകൽ യഹൂദു വന്നസാറ. ഖുർആൻ പറഞ്ഞ വാക്കാണ്. യഹൂദു നസ്രാൻ എന്നൊക്കെ അല്ലാഹ് പറഞ്ഞ വാക്കാണ്. നമ്മളൊരു പക്ഷേ നമ്മളെ പ്രഭാഷണത്തിലൂടെ യഹൂദി നസ്രാനികൾ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഇദ്ദേഹം ഒരുപക്ഷെ ഈ ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും കുറ്റം പറയുന്നു, അല്ലെങ്കിൽ ജൂതന്മാരെ കുറ്റം പറയുന്നത് തോന്നിയേക്കാം. ഒരിക്കലുമില്ല. നമ്മൾ ആരെയും കുറ്റം പറയാൻ നമ്മൾ വിധിക്കപ്പെട്ടവരല്ല. നമ്മൾ ആരെയും കുറ്റം പറയില്ല. കുറ്റം ചെയ്യുന്നവനെ പോലെ നീ കുറ്റക്കാരനാന്ന് നമ്മൾ പറയില്ല. നീ ആ കുറ്റത്തിൽ നിന്ന് പിന്തിരിയണമെന്നാണ് പറയുക. നമ്മളിത് മനസ്സിലാക്കണം. പക്ഷെ ഖുർആൻ പറഞ്ഞ വാക്ക് നമ്മൾ അങ്ങനെ അല്ലാഹ് ഉപയോഗിച്ച വാക്കല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ. അല്ലാഹ് പ്രത്യേകം പറഞ്ഞ വാക്ക് ഖുർആനകത്ത്. അല്ലാഹ് പറഞ്ഞത് നമുക്ക് മാറ്റിമറിച്ച് സാഹചര്യത്തിനൊത്തൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റൂലല്ലോ. ഖുർആൻ പറഞ്ഞ വാക്കെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ ബഅ്ദുഹും ഔലിയാഉ ബഅദ്
ജൂതനസ്രാണികളോടൊപ്പം നിങ്ങൾ വലിയ സഹവാസമൊന്നും വേണ്ട കേട്ടോ എന്ന് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ക്രിസ്ത്യാനികളോടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജൂതന്മാരോടോ നല്ല, ഇതിൽ ഏറ്റവും വർഗീയ വിഷങ്ങളുള്ള വിഷജന്തുക്കൾ, വിഷവിത്തുകൾ ഇസ്ലാമിനോടോ മനുഷ്യരോടോ മാനവികതയോടോ താല്പര്യമില്ലാത്ത ഒരു വിഭാഗം തീവ്രതയുടെ മുൾമുനയിൽ നിൽക്കുന്നവർ എന്ന് വേണം ഇതിനർത്ഥം നമ്മൾ വെക്കാൻ. അല്ലാതെ സാധാരണക്കാരനായ ഒരു ക്രിസ്ത്യാനിയെ ഒരു ജൂതനോട് സഹവസിക്കരുത് എന്ന് നമ്മൾ ചിത്രീകരിച്ചു പോകരുത്. അങ്ങനെയല്ല ഇതിന്റെ അർത്ഥം, അങ്ങനെയുള്ള മനസ്സിലാക്കാൻ പാടില്ല. അങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിയെ നമുക്ക് കണ്ടാലോ അവന് കൈ കൊടുക്കാനോ അല്ലെങ്കിൽ അവന്റെ ക്ഷണം സ്വീകരിക്കാനോ ഒന്നും പറ്റാതെ വരും. അങ്ങനെയല്ല പറഞ്ഞു വന്നതിന്റെ ആശയം. നമ്മുടെ ആശയ ആദർശങ്ങൾക്ക് തടസ്സം നിൽക്കുകയും ജീവിതത്തിനുള്ള സ്വാതന്ത്ര്യം അനിക്കുന്നതിനുള്ള പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്ന അങ്ങനെയുള്ള വർഗക്കാർ, അങ്ങനെയുള്ളവരുമായിട്ട് സഹവാസം വേണ്ട. ഇതാ പറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ ആശയമാണ്. അപ്പൊ അല്ലാഹ് അവിടെ ഉപയോഗിച്ച വാക്ക് യഹൂദ വ നസാറ എന്നാണ്. അപ്പൊ നമ്മളും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, നമ്മളും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ മുസ്ലിമീങ്ങൾ എന്ന് പറയുമ്പോൾ ലോകത്തുള്ള സകലമാന മുസ്ലിമീങ്ങളിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ശരീഅത്തിനെ അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങൾ നന്നേ കുറവാണ്. കൂടുതൽ മുസ്ലിം ഇറാനിൽ ഷിയാക്കളാണ്. നമുക്കിപ്പോ അവരെ ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മൾ നോക്കുമ്പോൾ മുസ്ലിമീങ്ങളുടെ വേഷത്തിലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മളവര് കുഫാറുകൾ കാഫിരീങ്ങളാണ് നമുക്ക് വിധി എഴുതാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ഇസ്ലാമിക ശരീഅത്തിനോട് യോജിപ്പില്ലാത്തവർ അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ, ഉസ്മാനുൽ ഗനി റളിയല്ലാഹു അൻഹു അംഗീകരിക്കാത്ത ഇവരെ നമ്മൾ മുസ്ലിമീങ്ങൾ നമുക്ക് പറയാൻ പറ്റുമോ? ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. അതാണ് ഷിയാക്കളുടെ വാദം. ഒന്നാമത്തെ ഖലീഫയായിട്ട് വരേണ്ടത് അലി റളിയല്ലാഹു തആല അൻഹുവാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്ഥാനം അബൂബക്കർ സിദ്ദീഖ് പിടിച്ചെടുത്തതാണ് എന്ന് വാദിക്കുന്നവരാണ് ഷിയാക്കൾ. ഒരിക്കലും അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു വിശ്വാസമുള്ളവരാകുമ്പോ ഒരിക്കലും നമുക്ക് അവരെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയുകയില്ല. അതേപോലെ നമ്മുടെ നാട്ടിൽ തന്നെ ബോറോ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞൊരു വിഭാഗം, അവരൊക്കെ ഈ തലയിൽ ഒരു പ്രത്യേക തൊപ്പിയാണ്. നമുക്ക് കാണാം, നമ്മുടെ അടുത്ത് പ്രധാനമന്ത്രിയൊക്കെ അവർ ഭയങ്കരമായിട്ട് സ്വീകരിച്ച് ആനയിച്ചോ കൊണ്ടുപോകുന്നോ കാണാം. ബഹുമാനമുള്ള സഹോദരങ്ങൾ, ഷിയാക്കളുടെ മറ്റൊരു വിഭാഗമാണ് അവർ. ഒരിക്കലും അവരെ ശരീഅത്തിന്റെ അഹ്ലുകാരായിട്ട് നോക്കുമ്പോൾ വലിയ ദാടി ഉണ്ടാവും, വലിയ തൊപ്പി ഉണ്ടാവും. 6 മാസം ജമാഅത്തിൽ പോയവരെ പോലെയൊക്കെ ആരെയും കാണുന്നത് നമ്മൾ ട്രെയിനകത്ത് യാത്ര ചെയ്യുമ്പോൾ ഒക്കെ. പക്ഷെ നമ്മളെ ഒന്നും കണ്ടാൽ അവർ മിണ്ടയില്ല, സംസാരിക്കില്ല, സലാം പറയില്ല. നമ്മൾ അങ്ങോട്ട് പോയി പറഞ്ഞാലുമില്ല. അത് ഷിയാക്കളുടെ മറ്റൊരു വിഭാഗമാണ്. ഒരിക്കലും നമുക്ക് അവരെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അപ്പൊ ലോകത്ത് ഇവരെയൊക്കെ എന്താവും, ആളുകൾ മുസ്ലിമാണ് 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 എന്ന് പറയും. ഖാദിയാനികൾ ഒരിക്കലും മുസ്ലിമേ അല്ല. അവർ പിഴച്ച വർഗം, നരകത്തിന്റെ അവകാശികൾ. അഹമ്മദിയ്യ മുസ്ലിം എന്ന പേരിൽ അവർ അറിയപ്പെടുന്നത്. പേര് നോക്കുമ്പോ അഹമ്മദിയ്യ. അപ്പൊ അവര് വാർത്താ സമ്മേളനത്തിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ പറയും. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവരെ. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ സ്വീകരിക്കാത്തവർ, അംഗീകരിക്കാത്തവർ. അപ്പൊ അങ്ങനെ ഇവരുടെ ഒക്കെ പേര് മുസ്ലിമാണ്. നോക്കുമ്പോ അഹമ്മദിയ്യ മുസ്ലിം, ഖാദിയാനി മുസ്ലിം, അവര് ഷിയ വിഭാഗം മുസ്ലിം, എല്ലാം നല്ല ഇസ്ലാമിന്റെ പേര്. അതാണ് സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞത്, ഇസ്ലാമിനെ അറിയേണ്ട രീതിയിൽ നമ്മൾ അറിയണം. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ. അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ മാർഗം, യഥാർത്ഥ സത്യത്തിന്റെ വഴി എന്തെന്നുള്ളത് നിങ്ങൾ പഠിക്കി മനസ്സിലാക്കി ആ വഴിയെ നിങ്ങൾ പിൻപറ്റി. അത് പഠിക്കാൻ മെനക്കെട്. അല്ലാതെ അവിടെ ഇവിടെ ഒന്നും കണ്ടിട്ട് ഇസ്ലാമിനെ നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം അല്ലാഹു അവന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ആർക്കും അതിനെ മാറ്റി എഴുതാൻ കഴിയൂല. അതിനകത്ത് ഒരാളുടെ കയ്യും കടന്നിട്ടില്ല. അത് അല്ലാഹു തന്നെ പറയുന്ന വാക്കാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞ വാക്കാണിത്. വലൻ തർല അൻകൽ യഹൂദു വലൻ നസാറാ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വലഇൻ ഇത്തബഅത അഹ്വാഅഹും മിൻ ബഅദി മാ ജാഅക ബിഇൽം. നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ട് നിങ്ങൾ അവരെ പിൻപറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ പിഴച്ചു പോകും. നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ അവരെ പിൻപറ്റിയാൽ നിങ്ങൾ പിഴച്ചു പോകും. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളെ മാറ്റിമറിച്ചിട്ട് അവരോടൊപ്പം നിങ്ങൾ കൂടുതൽ സഹവാസം, അല്ലാഹ് പറഞ്ഞതിന് എതിരായിട്ടുള്ള സഹവാസമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ പിഴച്ചു പോകും. ഇത് ഖുർആന്റെ വാക്കാണ്, സൂറത്തുൽ ബഖറയാണ്. നമ്മുടെ ഒന്നും വാക്കല്ല ഇത്. ഖുർആന്റെ ആയത്തുകൾ എടുത്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു തരുന്നു. ഇതിനകത്ത് നമുക്ക് ഇപ്പൊ യഹൂദി എന്നോ നസ്രാനി എന്നോ പേര് വരുമ്പോ നമുക്ക് മാറ്റാനൊന്നും പറ്റൂല. ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ വാക്കല്ലേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറഞ്ഞാരാ? നമ്മളെല്ലാരും ആമീൻ
എന്ന് പറയുന്നല്ലോ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം, നിന്റെ കോപം ഇറങ്ങിയ വർഗത്തെ പോലെ ഞങ്ങളാക്കരുത് പടച്ചവനെ. പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമായ വിഭാഗത്തിൽ ഞങ്ങളെ നീ പെടുത്തരുത് പടച്ചവനെ. സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പം ആമീൻ. ആരാവര്? ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. കോപം, അള്ളാന്റെ കോപം ഇറങ്ങിയവർ. ആരാണവർ? ഈ യഹൂദി നസ്രാനികൾ എന്നാണ് തഫ്സീറിലുള്ളത്. അപ്പൊ നമ്മൾ ഇനി വലദ്ദാല്ലീൻ നിൽക്കുമ്പം ആമീൻ എന്ന് പറയാ ശരിയല്ല, അവർക്കെതിരെ. അതുകൊണ്ട് ഇനി എല്ലാവരും ഒരു മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ മിണ്ടണ്ട കേട്ടോ, ആരും മിണ്ടണ്ട. അവർക്കെതിരെ നമ്മൾ ആമീൻ പറയണം. നമ്മുടെ സഹോദരൻ ജോസഫ് അച്ചായ നമ്മുടെ ആളല്ലേ, നമുക്കെതിരെ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇത് നമുക്കെന്തെങ്കിലും ഒരു ഇസ്ലാമിലൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? അല്ലാഹു റസൂൽ പഠിപ്പിച്ചല്ല ഇത്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ തഫ്സീർ എടുത്ത് വെച്ച് നോക്കിക്കോളി. മലയാളത്തിലൊക്കെ തഫ്സീർ ഉണ്ടല്ലോ, വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കോളി. ആരാണ് ഈ ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ? ആരാണവർ എന്നുള്ളത് നിങ്ങൾ എടുത്ത് വെച്ച് നോക്കിക്കോളി. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഇപ്പൊ ഈ ഇസ്രയേലിൽ നടക്കുന്ന നരനായാട്ടിൽ അവിടെയുള്ള സാധാരണക്കാരായ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അവരോട് സപ്പോർട്ടില്ല. അതിന് ഒരു വിഭാഗം ആളുകൾ, ഇതൊക്കെ അധികാരത്തിന്റെ തലപ്പത്തിരിക്കുന്നവരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണം. സാധാരണക്കാരല്ല, സാധാ സിവിലിയന്മാരെല്ലാവരും സൗഹൃദ ബന്ധങ്ങൾ പുലർത്തുന്നവരാണ്. ഫലസ്തീനിൽ നിന്നും ഗസയിൽ നിന്നും ഇസ്രയേലിൽ പോയി ബിസിനസ് ചെയ്ത്, കച്ചവടം ചെയ്ത്, ജോലി ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം പങ്കിട്ട് ജീവിച്ചിരുന്നവരാണ് ജനങ്ങൾ. അവർ സാധാരണക്കാർ, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ളവരാണ്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ ഇരുകൂട്ടരെ സഹകരിക്കുന്നവരായിരുന്നു, സഹായിക്കുന്നവരായിരുന്നു. 90,000-ഓളം പേര് ഫലസ്തീനിൽ നിന്ന് ഇസ്രായേൽ പോയി ജോലി ചെയ്ത് രാവിലെ പോയി വൈകിട്ട് മടങ്ങി വരുന്നവരാണ്. അപ്പൊ ആ ഒരു ബന്ധം അങ്ങനെ ഇല്ലായിരുന്നെങ്കിലോ? നമ്മൾ ചിന്തിച്ചു നോക്കണം സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. അപ്പൊ എല്ലാവരെയും നമ്മൾ അങ്ങനത്തെ കണ്ണുകൊണ്ട് നമ്മൾ കാണരുത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുമ്പോൾ നമ്മൾ ചിത്രീകരിക്കേണ്ടത് അങ്ങനെയാണ്. അല്ല നമ്മളിപ്പോ ഒരു പക്ഷേ ഇങ്ങനെ പറയുമ്പോ, പ്രഭാഷണത്തിലൂടെ ഞാനിപ്പോ പറയുമ്പോ ജൂതൻ നസ്രാനി എന്നൊക്കെ അങ്ങനെ പറയും. അത് ഖുർആനിനകത്തുള്ള വാക്കുകൾ വെച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഒരു നല്ലവരായ മനുഷ്യരെ കുറിച്ച് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതാണ് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം. അത് പരിശുദ്ധ ഖുർആന്റെ വീക്ഷണത്തിലാണ് നിങ്ങളുടെ മുന്നിൽ ഇത് പറയുന്നത്. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നമുക്ക് തരുമ്പോ അത് എങ്ങനെ നമ്മൾ നേരിടണം? എന്തിനാണ് ഈ പരീക്ഷണങ്ങൾ അല്ലാഹു നൽകുന്നത്? എല്ലാവർക്കും അല്ലാഹു തആല പരീക്ഷണം നൽകിയിട്ടുണ്ട്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അയ്യുന്നാസി അശദ്ദു ബലാഅ യാ റസൂലല്ലാഹ്, നബിയേ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ആർക്കാണ് ഹബീബേ? ഏറ്റവും വലിയ മുസീബത്തുകൾ ആർക്കായിരുന്നു നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ അംബിയാ. ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണം അമ്പിയാക്കൾക്കായിരുന്നു, പ്രവാചകന്മാർക്കായിരുന്നു. അവരനുഭവിച്ചതുപോലുള്ള ത്യാഗം ഇന്നത്തെ ഫലസ്തീന്റെ മക്കൾ അനുഭവിക്കുന്നില്ല. അവരനുഭവിച്ചതുപോലുള്ള ത്യാഗം സാധാരണക്കാരായ നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല. ഒരുപാട് പ്രവാചകന്മാരെ വേദനിപ്പിച്ചവരാണ്, കീറിമുറിച്ചവരാണ്, 2 കഷണമാക്കി മാറ്റിയവരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പ്രവാചകന്മാരെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ലോകത്ത് പരീക്ഷണത്തിന് വിധേയരായവർ അൽ അംബിയാ, അംബിയാക്കളാണ്, പ്രവാചകന്മാരാണ്. അവരപ്പൊ നമ്മളൊക്കെ കരുതും, പ്രവാചകനാണല്ലോ, അല്ലാഹ് ഇത്രയും സുഖവും പ്രവാചകത്വവും നൽകി, നബുവത്ത് നൽകി, എല്ലാ സുഖ സൗകര്യങ്ങളും നൽകപ്പെട്ട വ്യക്തിയാണ് എന്ന് ധരിക്കണ്ട. അല്ലാഹു സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നൽകും, അത് ഉറപ്പാണ്. അവർക്ക് സ്വർഗത്തിൽ ഉയർന്ന ദർജയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ അതുകൊണ്ട് ദുനിയാവിൽ അവർക്ക് പരീക്ഷണങ്ങൾ നേരിടാതിരിക്കുകയില്ല. നമ്മളൊക്കെ എന്താ വിചാരിച്ചേ? നമ്മളൊക്കെ മുസ്ലിങ്ങളായിരുന്നിട്ട് നമ്മൾ ദുആ ചെയ്തിട്ട് അല്ലാഹ് സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നോമ്പെടുക്കുന്നു, ഇത്രയും ഖുർആൻ ഓതി, ഇത്ര ഖത്ത ഓതി, 2 കോടി സലാത്ത് ചൊല്ലി, എന്നിട്ടൊന്നും. ഇപ്പൊ പ്രവാചകന്മാരുടെ അവസ്ഥയോ? ഇപ്പൊ പ്രവാചകന്മാരുടെ അവസ്ഥ എന്താ? ഇപ്പൊ പ്രവാചകന്മാരുടെ കാര്യം എന്താ? അതെന്താ ഇപ്പൊ ചിന്തിക്കാത്തത്? പ്രവാചകന്മാർ പോയി കണക്ഷൻ.
അതുകൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഈ മുസീബത്തുകൾ അല്ലാഹു നൽകിയത് ഒന്ന് സബ്റിനെ പരീക്ഷിക്കാനാണ്, ക്ഷമയെ പരീക്ഷിക്കാനാണ് അല്ലാഹു ഈ മുസീബത്ത് തരുന്നത്. നല്ലപോലെ ശ്രദ്ധിക്കണേ, ക്ഷമയെ പരീക്ഷിക്കാനാണ്. ഈ ഒരു സാധനമാണ് നമുക്കില്ലാത്തത്. ഈ മുസീബത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല ശരീരമാസകലം രോഗം നൽകിയിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല, അല്ലാ എന്റെ രോഗമൊന്നു നീ മാറ്റിത്താ പടച്ചവനെ, നിന്റെ ഒരു പ്രവാചകനാണല്ലോ ഞാൻ, നീ എത്ര ക്രൂരനാണല്ലാ, എന്നെ ഇത്രത്തോളം വേദനിപ്പിക്കേണ്ട ആവശ്യം നിനക്കുണ്ടോ റബ്ബേ എന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. നമുക്ക് ഇച്ചിരി കൊറോണ വന്നപ്പോൾ ഒടുക്കത്തെ ഒരു കൊറോണ വന്ന് എല്ലാം പോയി, കലവും പോയി, കച്ചവടവും പോയി, നല്ലാണ്. ഒടുക്കത്തെ ഒരു രോഗം വന്ന്, ഒടുക്കത്തെ ഒരു മുസീബത്ത്, ഒരു ചുമ പിടിച്ചിട്ട് 6 മാസം കൊണ്ട് ഇനി കയറിയിറങ്ങാൻ ഒരു ഹോസ്പിറ്റലില്ല. ഒടുക്കത്തെ ചുമ. തിന്നുന്നുണ്ട് ചുമ വന്നാലും, കുടിക്കുന്നുണ്ട് ചുമ വന്നാലും, വാട്സപ്പിൽ കളിക്കുന്നുണ്ട് ചുമ വന്നാലും, കറങ്ങാൻ പോകുന്നുണ്ട് ചുമ വന്നാലും, 5-6 പ്രാവശ്യം ഒന്ന് വെക്കുന്നതാണ് അദ്ദേഹത്തിന് പറ്റാത്തത്. ഉടനെ അള്ളാഹയോട് പരാതിയായി. ഇതൊരു മുസീബത്താ. അപ്പൊ ഉടനെ നമ്മളെ വിഷയം എന്താ? നമുക്ക് അള്ളാഹയോട് പരാതി. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വ്രണം ശരീരമാസകലം വ്രണമാണ്, മൊത്തത്തിൽ പുഴുവരിക്കുന്നു. അല്ലാ നീ എത്ര കരുണയുള്ളവനാണ്, കാരുണ്യവാനാണ് പടച്ച റബ്ബേ. അവസാനം കയറി ഹാർട്ടിൽ പിടിച്ചു, കൽബിൽ കയറി പിടിച്ചപ്പോഴാണ് അല്ലാഹുവേ ഇന്നി മസ്സനിയല്ലുറു വ അൻത അർഹമുർ റഹീമീൻ. കൽബിൽ കയറി പിടിച്ചപ്പോ അല്ലാഹുവുമായുള്ള കണക്ഷൻ നിന്നു പോകുമെന്ന് മനസ്സിലാക്കിയ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാ എനിക്ക് ഇപ്പോഴാണ് രോഗം പിടിപെട്ടത് പടച്ചവനെ, നീ കരുണയുള്ളവനാണ് നാഥാ. 80 വർഷം മക്കളില്ലാതിരുന്ന ഇബ്രാഹിം നബി നിരാശപ്പെട്ടില്ല. 80 വർഷത്തോളം നരച്ചുപോയ ബഹുമാനപ്പെട്ട സക്കരിയ നബി മക്കളില്ലാതെ കഷ്ടപ്പെട്ടപ്പോ സക്കരിയ നബി പോലും അള്ളാഹുവിനോട് നിരാശയുടെ ഒരു വാക്ക് പറഞ്ഞില്ല. ബഹുമാനപ്പെട്ട സക്കരിയ നബി പോലും പറഞ്ഞത്, അല്ലാ എനിക്ക് വയസ്സിത്രയായി, ഞാനാകെ നരച്ചുപോയി, എന്റെ ശരീരമാകെ ശോഷിച്ചുപോയി, ഞാൻ ബലഹീനനായി, എന്റെ ഭാര്യയും വന്ധ്യയാണ്, പ്രസവിക്കാത്തവളാണ്. ഞാൻ എന്റെ ദുആ നിന്നോടുള്ളത് ഞാൻ നിർത്തൂല റബ്ബേ, നിർത്തൂല എന്ന് പറഞ്ഞാല് എനിക്ക് നിന്നോടൊരു നിരാശയുമില്ല അല്ലാ. ഇതായിരുന്നു പ്രവാചകന്മാര്. അപ്പൊ നമ്മളൊക്കെ കരുതുമ്പോൾ പ്രവാചകന്മാർക്ക് പരീക്ഷണം ഇല്ലാന്നല്ല, ഭയങ്കര പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭക്ഷണം കഴിക്കാതെ, കിട്ടാനില്ലാതെ, ഗതിയില്ലാതെ 3 വർഷത്തോളം ശിഅബ് അബീ താലിബിൽ ഉപരോധം ഏർപ്പെട്ട് കിടന്നില്ലേ? അള്ളാന്റെ റസൂൽ രാത്രി എത്രയോ ദിവസങ്ങള് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ പ്രവാചകൻ കാല് ചുരുട്ടി വെച്ച്, വയറ് ചേർത്ത് വെച്ച് എത്രയോ ദിനരാത്രങ്ങളിൽ കിടക്കുമായിരുന്നു. എന്തേ കാരണം? നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ വിശപ്പടക്കാനുള്ള ഭക്ഷണമില്ല, അതാണ് കാരണം. ചുരുണ്ടുകൂടി കിടക്കുമായിരുന്നു, വയറ് വേദനയെടുത്തിട്ട് ഭക്ഷണം കഴിക്കാനില്ലാതെ. ഒരിക്കൽ തന്റെ പൊന്നുമോള് ഫാത്തിമ ബീവി നബി തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു, ഒട്ടിയ വയറുമായി. എത്രത്തോളം എന്ന് വെച്ചാൽ നട്ടലിനോട് ചേർന്ന് ഒട്ടി നിൽക്കുന്ന രംഗം കണ്ട് നബി തങ്ങളുടെ കണ്ണുപോലും നിറഞ്ഞുപോയി. ഒന്നും കഴിക്കാനില്ലാതിരുന്നിട്ട് പോലും, അല്ലാ നീ അഹ്ലു ബൈത്തുകളായ ഞങ്ങളോട് കരുണയില്ലാത്തവനായി പോയല്ലോ അല്ലാ എന്ന ഒരു വാക്ക് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. പരീക്ഷണം ഇല്ലെന്നാണ് പറഞ്ഞത്. ഫാത്തിമ ബീവിക്ക് ഗർഭം ധരിച്ചിരുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മഹാനവറുകളെ എനിക്കൊരു റുമ്മാമ്പഴം കിട്ടിയാൽ കൊള്ളാം. സ്വാഭാവികമായിട്ട് ഗർഭിണിയായിരിക്കുമ്പോ നമ്മുടെ ഭാര്യമാർക്ക് മക്കൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളാ ഉണ്ടാവുക. മഹാനായ അലി റളിയല്ലാഹു അൻഹു പോയി ഒരു ജൂതന്റെ പുരയിടത്തിൽ വിളപ്പിൽ പോയി പണിയെടുത്തിട്ട് അവര് കൊടുത്ത അന്നത്തെ കൂലി റുമ്മാമ്പഴമാണ്. കണ്ട, അവിടെയും പോയി ജൂതന്റെ പുരയിടത്തിലാ പോയത്. നമ്മൾ ചിന്തിക്കണം. അപ്പൊ അവരുമായിട്ട് കണക്ഷൻ നല്ലതുണ്ടായിരുന്നല്ലേ എന്റെ അർത്ഥം.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു വിഭാഗം ക്രൂരന്മാരാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിൽ വന്നപ്പോൾ ജൂതന്മാരുമായിട്ടുള്ള ഉടമ്പടികൾ അല്ലാഹു റസൂൽ പറഞ്ഞത് എന്താ? അവർ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. ക്രിമിനൽ വാദികൾ ഒഴികെ നബി തങ്ങൾ പറഞ്ഞ വാക്കതാണ്. ക്രിമിനൽ കുറ്റം ചെയ്യുന്നവൻ ഒഴികെ അവർ നമ്മുടെ സുഹൃത്തുക്കളാണ്. അവർ പറഞ്ഞ വാക്കതാണ്. ക്രിമിനൽ കുറ്റം ചെയ്താൽ അവന് ഞങ്ങൾ കൈകാര്യം ചെയ്യും. അതാണ് പറഞ്ഞു വന്നതിന്റെ ആശയം. അല്ല എല്ലാവരും ജൂതന്മാരെ മൊത്തത്തിൽ അങ്ങനെ ആക്ഷേപിക്കല്ല, നസ്രാണികളെ മൊത്തത്തിൽ അങ്ങനെ ആക്ഷേപിക്കല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാരെ കൊന്നൊടുക്കിയത് നസ്രാണികളാ, മുസ്ലിങ്ങളൊന്നുമല്ല. മുസ്ലിങ്ങളല്ല, പല രാഷ്ട്രങ്ങളും പിടിച്ചടക്കിയത് നസ്രാണികളാ, മുസ്ലിങ്ങളുമല്ല. ചരിത്രം പഠിക്കും. നിങ്ങളൊക്കെ ഇപ്പൊ എല്ലാ വിദ്യാഭ്യാസ വിചക്ഷണരാണല്ലോ, വിദ്യാസമ്പന്നരാണല്ലോ. ഇപ്പം ഇവരെല്ലാം അമർത്തിയാൽ മതി, മൊത്തത്തിൽ ഒന്ന് ചരിത്രം പഠിക്കുക. നമ്മളെ തീവ്രവാദി ഭീകരവാദി നമ്മുടെ കാക്കാമാർക്ക് ഇറച്ചിയും മീനും വിൽക്കാൻ മാത്രം അറിയാതൊന്ന് പഠിക്കും. മക്കളെങ്കിലും ഇനിയെങ്കിലും ഒന്ന് പഠിപ്പിക്കും. പഠിച്ചു വളർന്നത് തലതിരിഞ്ഞാ വരുന്നത്. അതാ രസം. യഥാർത്ഥത്തിലുള്ള നല്ല രീതിയിലല്ല പഠിക്കുന്നത്. വരുന്ന സാധനമൊക്കെ പഠിച്ചു വരുമ്പം തൊപ്പി ഇട്ടുകൊണ്ട് പഠിക്കാൻ പോകുന്നത് തൊപ്പി വേണ്ടെന്ന് പറയും, ദാടി വെച്ചോണ്ട് പഠിക്കാൻ പോകുന്നത് ദാടി വേണ്ടാന്ന് പഠിച്ചു തരികയാണ്. നിഖാബ് ഇട്ടുകൊണ്ട് പഠിച്ചോണ്ട് പോകുന്ന പെണ്ണ് അത് വേണ്ടാന്നും പറഞ്ഞിട്ട് ആ കോലത്തിലാണ് പഠിത്തം വരുന്നത്. പിന്നെ അങ്ങനെ സംഭവം ഹലാലായ രീതിയിൽ പഠിപ്പിക്കും, ഇസ്ലാമിന്റെ യഥാർത്ഥ ശൈലി പഠിപ്പിക്കും, ലോകത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി കൊടുക്കും. എങ്ങനെയാണ് ഇസ്ലാം പ്രചരിച്ചു വന്നതെന്നും ക്രൈസ്തവത വന്നതെന്നും ജൂദായിസം വന്നതെന്നും പഠിക്ക്. എല്ലാത്തിലുണ്ടല്ലോ. നമ്മളെന്തിനാ വെറുതെ കുറ്റം പറയുന്നത് ഇസ്ലാമിനെ? അതുകൊണ്ട് നമ്മുടെ സമുദായമാണ് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് ഇസ്ലാമിനെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, ഹിദായത്ത് കൊടുക്കട്ടെ. അള്ളാഹ് ഹിദായത്ത് കൊടുക്കട്ടെ. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം ബഹുമാനപ്പെട്ട പ്രവാചകന്മാരെ അഹ്ലു ബൈത്തുകളെയും അല്ലാഹ് പരീക്ഷിച്ചു, വലിയ രീതിയിൽ പരീക്ഷിച്ചു. ഖുർആൻ പറഞ്ഞ വാക്ക്, അംഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യാതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാ വല്ലറാ وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. പരീക്ഷണങ്ങൾ ബഹുമാനപ്പെട്ട പ്രവാചകന്മാർക്കും അഹ്ലു ബൈത്തുകൾക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളോട് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു റുമ്മാൻ പഴവുമായി കടന്നു വരുന്ന സമയത്ത് ഒരു പാവപ്പെട്ട ഒരു 2-3 കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ചിട്ട് ഈ റുമ്മാൻ പഴം കണ്ടപ്പോ കുഞ്ഞുങ്ങൾ കരയുന്നത് കണ്ട് അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എന്റെ മക്കള് പട്ടിണി കിടക്കുകയാണ്, വിശന്ന് വയറൊട്ടി കിടക്കുകയാണ്, കുടിക്കാനും കഴിക്കാനും ഒന്നുമില്ല. പെട്ടെന്ന് അലി റളിയല്ലാഹുവിന്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു വന്നു, അഹ്ലു ബൈത്തായ എന്റെ ഭാര്യ, അല്ലാഹുവേ എന്റെ ഭാര്യ അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവളുടെ ഒരു ആഗ്രഹമായിരുന്നു, പടച്ചവനെ അതിനേക്കാളും വലിയ ഒരു ഉത്തരവാദിത്തമാണ് എന്റെ മുന്നിൽ വന്നത്. വലത്തോട്ടും ഇടത്തോട്ടും നോക്കാതെ മഹാനായ അലി റളിയല്ലാഹു അൻഹു റുമ്മാൻ പഴം അവർക്ക് സമ്മാനിച്ചു. വെറും കൈയോടെ മടങ്ങി വരുന്ന അലിയാർ തങ്ങളെ കണ്ടിട്ട് ഫാത്തിമ ബീവിക്ക് വിഷമമില്ല, പ്രയാസമില്ല, ദുഃഖമില്ല. അലി റളിയല്ലാഹു തആല അൻഹു കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവിച്ചത് ഫാത്തിമ. ഉടനെ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഫാത്തിമ ബീവി പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷകരമായ ഒരു ദിവസം ഇന്നാണ് മഹാനായ അലിയേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ദിവസമാണ് സന്തോഷം. ഞാൻ തിന്നതല്ല, ഞാൻ കഴിച്ചതല്ല, എനിക്ക് വിഷയമില്ല. ആ കുഞ്ഞു മക്കൾ കഴിച്ചു, എനിക്ക് കൊണ്ടുവന്ന് നിങ്ങൾ കൊടുക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ ദുഃഖം ഇന്നായിരുന്നു, എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായി. കണ്ണു നിറഞ്ഞ സന്തോഷമായി. അതാണ് ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ. അങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിനെ അല്ലാഹു തആല പരീക്ഷിച്ചത്. അവൻ പരീക്ഷ അവർക്ക് ഉണ്ടാകാതിരിക്കുമോ? തീർച്ചയുണ്ടാകും. അയ്യുന്നാസി അശദ്ദു ബലാ അൽ അംബിയാഉ സുമ്മൽ അംസലു ഫൽ അംസലു. പിന്നീട് ഇങ്ങോട്ട് അവർക്ക് ശേഷം വരുന്നവർക്കാണ് അംബിയാക്കൾ, സാലിഹ സ്വഹാബാക്കൾ, ഔലിയാക്കൾ, താബിഈങ്ങൾ, തബഅ താബിഈങ്ങൾ, അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ, പിന്നെ സാധാരണക്കാരായ നമ്മളെ പോലുള്ളവർ, ഇവരെ എല്ലാം അല്ലാഹു പരീക്ഷിക്കും കേട്ടോ. യുബ്തലന്നാസു അലാ ഖദ്രി ദീനിഹിം. നമ്മുടെ ദീനിന്റെ തോതനുസരിച്ച്, ശക്തി അനുസരിച്ചാണ് അല്ലാഹു നമ്മളെ പരീക്ഷിക്കുക. ഫമൻ തഖുന ഫീ ദീനിഹി ഇഷ്ഫമൻ തഖുന ദീനുഹു ഇസ്തദ ബലാഉ
ഒരാളുടെ ദീനിൽ അടിയുറച്ച വിശ്വാസത്തോടെയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അവരുടെ പരീക്ഷണം അവർക്ക് ഭയങ്കരമായിരിക്കും. ഇത്രയും പേര് അവിടെ ഷഹീദാക്കപ്പെടുമ്പോൾ ഒരാൾ പോലും ആ രാജ്യം വിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയേക്കാം എന്ന് കരുതുന്നില്ല. അല്ലാഹു അക്ബർ എന്നുള്ള വർത്തമാനമല്ലാതെ, അൽഹംദുലില്ലാ എന്ന വർത്തമാനമല്ലാതെ, പടച്ചവനെ ഞാൻ ഈ പർദ ഇട്ടത് കൊണ്ടാണ്, ഞാൻ മുസ്ലിം ആയത് കൊണ്ടാണ്, ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പീഡനം അനുഭവിക്കേണ്ടി വന്നതല്ലോ എന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അവരോട് കഴിഞ്ഞ ദിവസം അഭയാർത്ഥി ക്യാമ്പിൽ പോയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ രാജ്യം വിട്ടുപോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞ വാക്ക്, ഞങ്ങൾ ഈ രാജ്യം വിട്ടുപോയാൽ ഈ മുബാറക്കായ ബൈത്തുൽ മുഖദ്ദസ് അടങ്ങുന്ന മണ്ണിനെ ആര് സംരക്ഷിക്കും? ചോദ്യം. നമ്മുടെ വീട്ടിൽ നടന്നാല് പെട്ടെന്ന് ഇവിടെ നിന്ന് വണ്ടി കയറിയ ദുബായിലോ ലണ്ടനിലോ UK ഒക്കെ പോയി നമ്മൾ താമസിക്കും. കൂടുതലും ആളുകൾ ഇന്ത്യ വിട്ടു പോയില്ലേ? വിദേശത്ത് സ്വസ്ഥായിട്ട് താമസിക്കാൻ പോയില്ലേ? 10,000-കണക്കിന് സമ്പന്നന്മാർ ഇന്ത്യ വിട്ടുപോയി. ഇപ്പൊ വേറെ പാസ്പോർട്ടാ. ഇപ്പൊ നമ്മുടെ മക്കളെ UK പഠിപ്പിക്കാൻ വേണ്ടി കുറച്ചാൾ കഴിയുമ്പോ മക്കൾ അവിടെ ജോലിയായി സിറ്റിസൺഷിപ്പ് എടുത്ത് പിന്നെ വാപ്പായും ഉമ്മായും എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകും. എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകും. മണക്കാട്ടിൽ നിന്ന് എല്ലാവരും അവിടെ പോയി നമുക്ക് അവിടെ ഒരു ജമാഅത്താക്കാം. ഇനി അവിടെ ലണ്ടനിലൊരു മണക്കാട് വലിയ നാക്ക എല്ലാം അങ്ങനെ ഓരോരുത്തർ പോകണം. ഓരോ ഭാഗത്ത് നിന്ന് എല്ലാവരും അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ നിന്ന് തലം മാറുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് പീഡനങ്ങൾ അനുഭവിക്കുന്ന മക്കളോട് ചോദിക്കാൻ, നിങ്ങൾക്ക് ഇവിടം വിട്ടു പോകാൻ സുരക്ഷിതമായ സ്ഥലം തരാം, ഈജിപ്തിൽ വാ, അവിടെ വാ, ഇവിടെ. ഞങ്ങൾ പോയാൽ ഈ രാജ്യം, ഈ മണ്ണിനെ ആര് സഹായിക്കും, ആര് സംരക്ഷിക്കും? ഈ ബൈത്തുൽ മുഖദ്ദസ്. അതാണ് ഈമാൻ. അത്രയും പരീക്ഷണം വന്നിട്ട് ഭരണം ഞങ്ങൾക്കൊരു വിഷമമേ അല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതാണ് ദുനിയാവ് നിസാരതയാണെന്ന് പഠിപ്പിക്കാനാണ് അല്ലാഹു പരീക്ഷണം നൽകുന്നത്. മനുഷ്യൻ നിസാരനാണെന്ന് പഠിപ്പിക്കാനാണ് അല്ലാഹു പരീക്ഷണം നൽകുന്നത്. ഖുലിഖൽ ഇൻസാനു ലൈഫാ. മനുഷ്യൻ എപ്പോഴും എക്കാലത്തും അവൻ ബലഹീനനാണ് കേട്ടോ. ഖുർആൻ പറഞ്ഞ വാക്കാണ്. എപ്പോഴും ബലഹീനൻ തന്നെയാണ്. ഭൂമിയിൽ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയൂല. അവനെ കിബറും അഹന്തയും നടിച്ചു നടക്കുന്നതല്ലാതെ ആ ഭൂമിയുടെ ആധിപത്യം അവന്റെ കൈകളിലില്ല കേട്ടോ. കൈകളില്ല. നമ്മൾ വിചാരിക്കും ഇസ്രായേലുകാർ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണെന്ന്. രഹസ്യമായ റിപ്പോർട്ടുകൾ വരുമ്പോ ഓർക്കണേ സുഹൃത്തുക്കളെ, 2000-3000 സൈന്യന്മാരാണ് തകർന്നു പോയത്, ചത്തുപോയത്. പക്ഷെ നമ്മുടെ മുന്നിലുള്ള 112 പേര് മാത്രം ഒരു ബർക്കത്തിന്, ഭക്ഷണത്തിന്റെ കൂടെ ബിരിയാണിയുടെ കൂടെ അച്ചാറ് വെക്കുന്നത് പോലെ. പക്ഷെ ബാക്കിയൊക്കെ അങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ കരുതുന്നതെല്ലാം ഇത്രയും വലിയ ശക്തിയാണെന്ന്. ഭൂമിയിൽ നിങ്ങൾ അശക്തര് തന്നെയാണ് കേട്ടോ. ഖുർആന്റെ വാക്കാണ്. ഖുർആന്റെ വാക്കാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഇന്നകലൻ തഖ്രികൽ വലൻ തബ്ലുഗൽ ജിബാല തൂലാ. ഭൂമിയെ നിങ്ങൾ പിളർക്കാനോ കട്ടർ വെച്ച് മുറിച്ച് രണ്ടാക്കാനോ ആകാശത്തിലേക്ക് കയറി പിടിച്ചു പറ്റാനോ നിങ്ങളെ കൊണ്ട് കഴിയില്ല കേട്ടോ. ഇതിന്റെ ആധിപത്യം അള്ളാന്റെ കൈകളിലാണ്. നിങ്ങൾ വിചാരിക്കുക നിങ്ങളെ കൊണ്ട് പറ്റൂല. എല്ലാ രഹസ്യ സംവിധാനങ്ങളെയും പിടിച്ചടക്കുന്ന സാധനം തന്നെ തകർന്നു പോയില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഖുലിഖൽ ഇൻസാനു ലൈഫാ. ഭൂമിയിൽ നിങ്ങൾ അശക്തരാണ് കേട്ടോ, ബലഹീനരാണ് കേട്ടോ. ഖുർആൻ പറഞ്ഞ വാക്കാണ്. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ മടക്ക അല്ലാഹുവിലേക്കാണ്. അപ്പൊ എന്തെങ്കിലും ഒരു വിഷയം വന്നാലോ, മായുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹുസ്നിൻ ഹത്തൽ ഹമ്മി യഹുമ്മു ഇല്ലാ കുഫിറ ബിഹി അൻ സയ്യാതിഹി. എന്തിനാണ് പരീക്ഷണം തരുന്നത്? എന്തിനാണ് ദുഃഖം നൽകുന്നത്? എന്തിനാണ് വ്യതകളും രോദനകളും അള്ളാഹു നൽകുന്നത്? അത് ഓർത്ത് ദുഃഖിച്ച് അള്ളാഹുവിനോട് നമ്മുടെ സങ്കടം പറഞ്ഞിട്ട് നമ്മുടെ പാവങ്ങൾ പൊരുത്തപ്പെടുന്ന വഴി തേടിയെടുക്കാനാണ് ഈ പ്രയാസം അള്ളാഹു നൽകുന്നത്. എപ്പോഴും സുഖലുലതയുടെ മടിത്തട്ടിൽ ജീവിച്ചാൽ ഒരിക്കൽ പോലും അള്ളാഹുവിനെ നമ്മൾ ഓർക്കുകയില്ല, ചിന്തിക്കുകയില്ല. അള്ളാഹുവിന്റെ കഴിവോ അവന്റെ കാരുണ്യമോ മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കൂല. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഈ പരീക്ഷണം നൽകുന്നത് എന്തിനെന്നറിയുമോ? അള്ളാഹുവേ, നിന്നിലേക്ക് കൂടുതൽ ഞങ്ങൾ അടുക്കാനാണ്. കൂടുതൽ അടുക്കണം.